ബഹുമാനപ്പെട്ട പൊതുദീർശകൻ സഹദോസ്മാസന്മാരെ, അതിഥികളെ, നമസ്കാരം. ആദ്യമായിട്ടൊരു പ്രധാന കാര്യം പറയാനുള്ളത്, എല്ലാ ACB അല്ലെങ്കിൽ ACS ചെയ്യുന്ന ആൾക്കാർ CC പ്രസംഗങ്ങൾക്കുപരിയായിട്ട് ഒന്നോ രണ്ടോ ഭാഗങ്ങൾ ഉണ്ടാകുന്ന പ്രസംഗം. ഇതൊരിക്കലും ടൈമർക്ക് അറിയില്ല, അത് ടൈമറുടെ ഉത്തരവാദിത്വമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഇന്നത്തെ പ്രസംഗത്തിനകത്ത് 5 മിനിറ്റ് ഒരു പ്രസന്റേഷൻ, 3 മിനിറ്റിന്റെ ചോദ്യോത്തരം എന്നുള്ളതാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ നിങ്ങളെ ലൈറ്റ് പ്രകാശിപ്പിക്കേണ്ടത് എന്നുള്ളത് നിങ്ങൾക്ക് പറയാം. നിങ്ങൾക്ക് 5 മിനിറ്റിൽ പച്ച പ്രകാശിപ്പിക്കാൻ അത് പറയാം, അല്ലെങ്കിൽ 3, 4, 5 അങ്ങനെ 3 പ്രകാശങ്ങൾ പറയാം. അത് കഴിഞ്ഞിട്ട് വേണമെന്നുണ്ടെങ്കിൽ അവസാനത്തെ 6, 7, 8 അല്ലെങ്കിൽ 7, 7:30, 8 എങ്ങനെ വേണമെങ്കിലും അവർ നിങ്ങൾക്കത് പ്രകാശിപ്പിച്ചു തരും. അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതില്ലാത്തത് കൊണ്ടാണ് ഇന്ന് ഇവിടെ സമയം അധികരിച്ചത് എന്നാണ് എൻ്റെ ഒരു ഊഹം. എന്തായാലും വളരെ നല്ല രീതിയിലുള്ള ഒരു റേഡിയോ ടോക്ക് ഷോ ആണ് ഇവിടെ നടന്നത്. നല്ല അഭിപ്രായം കിട്ടാൻ സത്യസന്ധമായി കമ്പനിയുടെ കണക്കുകൾ വളരെ കൃത്യമായിട്ട് അദ്ദേഹം പറഞ്ഞു. അതുപോലെ തന്നെ ചടുലമായ, മാന്ത്രികമായ, വിജയകരമായ ഒരു സംഭാഷണം, അതാണ് ഇവിടെ സംഭവിച്ചത്. അതിഥിയാണ് നമ്മളുടെ താരം. ആതിഥേയ എന്ന് പറയുന്നത് നമ്മളുടെ അതിഥിയാണ് ഈ പ്രസംഗത്തിൽ. എന്തായാലും അതിഥിയെ വളരെ ഭംഗിയായി പരിചയപ്പെടുത്തി. പ്രസംഗത്തിന്റെ സാന്നിധ്യം കാണികളുടെ അഭിരുചിക്കനുസരിച്ചിട്ടുള്ള ഒരു വിഷയം തന്നെയായിരുന്നു. പ്രാസംഗികന്റെ ഗവേഷണം വളരെ മനോഹരമായിരുന്നു. പ്ലാസ്റ്റിക് ഉണ്ടാക്കുന്നതിന്റെ രസതന്ത്രം അദ്ദേഹം അത് കണ്ടുപിടിച്ച വ്യക്തി. ഇതൊക്കെ തന്നെ അദ്ദേഹം ചെയ്തു. അതുപോലെ തന്നെ ഒരു റേഡിയോ ടോക്ക് ഷോയുടെ രൂപത്തിലുള്ള ഒരു മൈക്ക് ഇവിടെ കൊണ്ടുവച്ചു. അതുപോലെ തന്നെ